വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. ഇതിന്റെ തുടർ നടപടികൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ, സെക്രട്ടറി എന്നിവരെ യോഗം നിയോഗിച്ചു. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ ഒന്ന്, ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകും. രണ്ട്, ശാശ്വതമായിട്ട് ഈ മാലിന്യ സംസ്കരണം അവിടെ ഇവിടെ ഇടാതെ ഒരു സ്ഥലത്ത് നിന്ന് സ്വരൂപിക്കാൻ കഴിയും. തദ്ദേശീയരായ ആളുകൾക്ക് ഒരു തൊഴിലും കിട്ടും. ജില്ലാ കളക്ടർ, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ, സാമുദായിക സംഘടനാ നേതാക്കൾ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം വാഹനങ്ങൾക്ക് ചുമത്തേണ്ട നിരക്ക് തീരുമാനിക്കും. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് പിരിക്കാനാണ് നീക്കം. മൂന്നാറിലേക്ക് എത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചിലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വയ്ക്കുന്നതിന് സഞ്ചികളും നൽകും. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയിൽ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. ദിവസവും ശരാശരി 1500 മുതൽ 2500 വരെ വാഹനങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണക്ക്. സീസണിൽ ഇത് 5000 വരെയാകും. അമൃത ന്യൂസ്, ഇടുക്കി.